ഓപ്പറേഷൻ തൂഫാൻ വിജയകരമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ തൂഫാൻ വ്യാപിപ്പിക്കും. മൂന്നാം ഘട്ടത്തിലേക്കാണ് ഓപ്പറേഷൻ തൂഫാൻ കടക്കുന്നത്. അതിനിടെ ഡിഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ ശനോജന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. തന്റെ സ്റ്റാഫിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട ആരുമില്ല, നഹാസിനെ സ്റ്റാഫിൽ എടുത്തിട്ടില്ല എന്നും വാർത്തയ്ക്ക് പിന്നിൽ തൂഫാൻ പരാജയപ്പെടുത്താനുള്ള നീക്കമാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സ്റ്റാഫിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. അത് കുറേ ദിവസമായിട്ട് ഈ തൂഫാനെ പരാജയപ്പെടുത്താൻ ചില ആളുകൾ ഇങ്ങനെ ഇളക്കി വിടുന്നതാണ്. അത് തൂഫാനുമായി ബന്ധപ്പെട്ടത് ഇഷ്ടപ്പെടാത്തവരാരും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യരുത്. ഈ നാടിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമല്ലേ. അതിനകത്ത് രാഷ്ട്രീയം കാണാതെ എല്ലാവരും സഹകരിക്കും. എന്റെ സ്റ്റാഫിൽ അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ രണ്ടിടത്ത് വൻ ലഹരി വേട്ട. ആലുവ തോട്ടക്കാട്ടുകരയിൽ നിന്ന് 32 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ സഹിൻ, ജുവൽ, റഫീഖാൾ എന്നിവർ പിടിയിലായി. ഓട്ടോയിൽ കഞ്ചാവുമായി യാത്ര ചെയ്യുകയായിരുന്നു പ്രതികൾ. ഇടപ്പള്ളിയിൽ കഞ്ചാവ് എത്തിച്ചു കൊടുക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം, 5.23 കിലോഗ്രാം കഞ്ചാവുമായി മറ്റൊരാളും പിടിയിലായി. അസം സ്വദേശിയായ ജില്ലുൽ ഹക്കിനെ കങ്ങരപ്പടിയിൽ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. 9 ഗ്രാമോളം ബ്രൗൺ ഷുഗറും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്.